ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇടവിട്ട് വരുന്ന ജലദോഷം, തുമ്മൽ, മൂക്കൊലിപ്പ്, ചെവി ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, തൊണ്ടയ്ക്ക് വരുന്ന കരകരപ്പ്, ഇറിറ്റേഷൻ, ചുമ, നെഞ്ചിൽ ഒരു ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള ബുദ്ധിമുട്ട്, സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, ഇടയ്ക്ക് പുഴു കടിച്ചതുപോലെ ചൊറിഞ്ഞ് തടിച്ചു വരുന്ന ആർട്ടിക്കേറിയ, ഇങ്ങനെ നമ്മുടെ സ്കിന്നിലും ശ്വാസനാളത്തിലും ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് ഒരുപാട് പേര് അലട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 ഇരട്ടിയോളമാണ് അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലുള്ളത്. ഇത് കൊച്ചുകുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഒരേപോലെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അലർജി ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക്, പ്രത്യേകിച്ച് മ്യൂക്കസ് മെംബ്രെയിനകത്തുള്ള കോശങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില രാസവസ്തുക്കൾ അതിനകത്ത് ഫോം ചെയ്യുമ്പോൾ ആ സ്കിന്നിനകത്ത് കൂടുതൽ ഇറിറ്റേഷനും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇവയ്ക്ക് ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഹിസ്റ്റമിൻസ് കൂടുന്ന കോശങ്ങൾക്കകത്ത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ക്രമേണ അലർജിക് റിയാക്ഷൻ, നമുക്ക് ഏത് ഭാഗത്താണോ ഹിസ്റ്റമിൻസ് കൂടുന്നത് ആ ഭാഗത്ത് കൂടുതൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇത് നമുക്ക് മൂക്കിൻ്റെ ഭാഗത്താണെങ്കിൽ തുമ്മൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ട് വരാം, ശ്വാസകോശത്തിൽ വരാം, സ്കിന്നിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് വരാം. പലപ്പോഴും ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടർമാർ തരുന്ന മരുന്ന്, ഗുളിക കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലും മാറും, തുമ്മലും മാറും, കണ്ണ് ചൊറിച്ചിലും എല്ലാം തന്നെ മാറുന്നു. ഇത്തരം മരുന്നുകളുടെ പേര് എന്ന് പറയുന്നത് ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ്. അതായത് നമ്മുടെ കോശങ്ങൾക്കകത്ത് വരുന്ന ഈ രാസവസ്തുക്കളെ പിടിച്ചു നിർത്തുന്ന മരുന്നുകളാണ് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മരുന്നുകളുടെ ഒരു പ്രശ്നം എന്താണ്? ഇവ കുറച്ച് സമയം മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും ഈ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ ദിവസേന കഴിക്കേണ്ടി വരുന്നത്. ഈ മരുന്നുകൾ നിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏതൊക്കെ രീതിക്ക് നമുക്ക് ഈ ആൻറ്റി ഹിസ്റ്റമിൻസിനെ പിടിച്ചു നിർത്താമെന്ന് വിശദീകരിക്കാം. നമ്മുടെ എല്ലാം വീടുകളിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമുക്ക് ഈ ഹിസ്റ്റമിൻസിനെ പിടിച്ചു നിർത്തി ഈ അലർജി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അവയാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്ന നാച്ചുറൽ ഒറ്റമൂലി എന്ന് പറയുന്നത്. ഹിസ്റ്റമിൻസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റാണ് ക്വർസെറ്റിൻ. ക്വർസെറ്റിൻ എന്ന് പറയുന്നത് ഇതിനു മുമ്പും ഞാൻ പല വീഡിയോസിലും വിശദീകരിച്ചിട്ടുണ്ട്. ക്വർസെറ്റിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പഴങ്ങൾക്കകത്തും പച്ചക്കറിക്കകത്തുമാണ്. അതായത് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാം തന്നെ നിറം നൽകുന്ന ഒരു പിഗ്മെൻ്റാണ് ക്വർസെറ്റിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഇലകൾക്കകത്തും പഴങ്ങൾക്കകത്തും ഇവ കൂടുതലുണ്ടാവും. ഇപ്പം ആപ്പിളിൻ്റെ കാര്യം എടുക്കുക. ആപ്പിളിനകത്ത് ക്വർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആപ്പിളിനകത്ത് നേരിട്ട് ഈ ആപ്പിളിൻ്റെ പുറത്ത് വെയിലടിക്കുന്ന ഭാഗത്ത്, അതായത് ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആപ്പിളിനകത്തായിരിക്കും ഈ ക്വർസെറ്റിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ വെയിൽ നേരിട്ട് കിട്ടുന്ന പഴങ്ങൾക്കകത്തും ഇലകൾക്കകത്തും ക്വർസെറ്റിൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ക്വർസെറ്റിൻ അടങ്ങിയിട്ടുള്ള, ക്വർസെറ്റിൻ എന്ന് പറയുന്നത് ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമുക്ക് അലർജി കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ. ക്വർസെറ്റിന് ആക്ഷൻ ഉള്ളത്, ഒന്ന് നമ്മുടെ രക്തക്കുഴലിനകത്ത്, നമുക്ക് ഈ രക്തക്കുഴലിനകത്ത് ക്ലോട്ട് ഉണ്ടാകുന്ന, ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു ടെൻഡൻസിയെ കുറച്ച് രക്തക്കുഴൽ ക്ലിയർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം കൂടുതൽ ബെറ്റർ ആക്കുന്നതിനും തലച്ചോറിലേക്കുള്ള രക്തോട്ടം ബെറ്റർ ആക്കുന്നതിനും നമ്മുടെ ഈ കോശങ്ങൾ ബെറ്റർ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അൽഷീമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും മെമ്മറി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ബ്രെയിൻ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുന്നതിനും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം മെച്ചപ്പെടുത്തുന്നതിനും ക്വർസെറ്റിൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല പുരുഷന്മാരിലുണ്ടാകുന്ന ലൈംഗിക ബലഹീനത, അതായത് അവർക്ക് ലിംഗോദാരണത്തിന് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് ക്വർസെറ്റിന് കഴിവുണ്ട്. ഇത് മാത്രമല്ല ക്യാൻസർ ചികിത്സാ രംഗത്തും ഇതിന് ഫലപ്രദമായിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശ്വാസകോശത്തിന് വരുന്ന ക്യാൻസർ രോഗികൾക്കകത്ത് ഈ ശ്വാസകോശത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ ചെറുക്കുന്നതിന്, കൂടുതൽ പെരുകുന്നതിനെ തടയുന്നതിന് ക്വർസെറ്റിന് കഴിവുണ്ട്. അതിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ ക്വർസെറ്റിൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ക്വർസെറ്റിൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ഒരു ദിവസം എത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ വേണമെന്ന് വിശദീകരിക്കാം. ആരോഗ്യമുള്ള ഒരാളിന്, പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ലാത്ത ഒരാളിനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 10 മുതൽ 18 മില്ലിഗ്രാം വരെ ക്വർസെറ്റിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. എന്നാൽ ഈ ക്വർസെറ്റിൻ കുറച്ച് ഉയർന്ന അളവിൽ ഒരു 50 മില്ലിഗ്രാം വരെ ഒരു ദിവസം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഇത് ഒരു നാച്ചുറൽ ആൻറ്റി ഹിസ്റ്റമിനായിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ അലർജി ഉണ്ടാക്കുന്ന ഹിസ്റ്റമിൻസിനെ കുറച്ച് നിങ്ങളുടെ ശരീരത്തിലെ അലർജി കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും. ഏറ്റവും കൂടുതൽ ക്വർസെറ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. റെഡ് വൈന്, ഗ്രീൻ ടീ, നമ്മുടെ ഉള്ളിയില്ലേ, ചുവപ്പുള്ളി, ചുമന്നുള്ളി, ഉള്ളി, പിന്നെ തൊണ്ടമുളക്, നിങ്ങൾക്കറിയാം ഈ മുളക് ബജിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളക്, ബ്രോക്കോളി, ക്യാപ്സിക്കം,
ജീരകം പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് ഉയർന്ന അളവിൽ ക്യാപ്സിക്കം അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഴങ്ങൾക്കകത്തും പച്ചക്കറികൾക്കകത്തും ക്വിർസെറ്റിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് വെയിലേൽക്കുന്ന ഭാഗത്താണ്. അതായത് ഇവയുടെ തൊലിക്കടിയിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്വിർസെറ്റിൻ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ഉള്ളിയാണ്. ഉള്ളി വലിയ വിലയൊന്നുമില്ല. ഇത് ഒരു 100 ഗ്രാം ഉള്ളിക്കകത്ത് ഏകദേശം 49 മില്ലിഗ്രാം ക്വിർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഉള്ളി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിയുടെ പുറമെയുള്ള നേർത്ത തൊലി, നേർത്ത പാടം മാത്രം നീക്കം ചെയ്ത്, അതിൻ്റെ പലരും ചെയ്യുന്നത് ഉള്ളിയുടെ പുറമെയുള്ള 2-3 ലെയർ പൂർണ്ണമായിട്ടും നീക്കിയതിന് ശേഷമാണ് ഇവ കറി വയ്ക്കാനായിട്ട് അരിയാനായിട്ട് എടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഉള്ളിയുടെ മുകളിലുള്ള വളരെ നേർത്ത ഒരു പാടം മാത്രം മാറ്റിയതിന് ശേഷം വേണം ഈ ഉള്ളി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ. ഒരു 100 ഗ്രാം ഉള്ളി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 49 ഗ്രാം അതിനകത്ത് ക്വിർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളെടുക്കുന്ന മുളക് ബജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വലിയ മുളകില്ലേ, അധികം എരിവില്ലാത്ത ഈ മുളകിനകത്ത് ഏകദേശം 51 മില്ലിഗ്രാം ഉണ്ട്. ഇത് നമുക്ക് 100 ഗ്രാം എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ദിവസം കഴിക്കുന്ന ഫുഡിനകത്ത് വലിയ മുളക് ഉൾപ്പെടുത്തുക. ഈ ഉള്ളി നമുക്ക് അരിഞ്ഞത് ഒരു സാലഡ് ഫോമിൽ നമുക്ക് ഫുഡിനകത്ത് പതിവായിട്ട് കഴിക്കാം. ഇത് അലർജി മാത്രമല്ല കേട്ടോ, പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. ഉള്ളി പതിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൂക്കൊലിപ്പ്, കണ്ണിൻ്റെ ഇറിറ്റേഷൻസ്, കണ്ണ് ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ, തുമ്മൽ, ഇതെല്ലാം കുറയും. അത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ ദിവസത്തിൽ നമുക്കൊരു 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വലിയ ഉള്ളിയോ ഇല്ലെങ്കിൽ ചെറിയ 2 ഉള്ളിയോ എടുക്കാം. ഇവ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഒപ്പമോ ഇല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമോ മറ്റ് കറികൾക്കൊപ്പമോ ദിവസത്തിൽ ഉച്ചയ്ക്കോ രാത്രിയോ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. വളരെ ഇനഫായിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, മറ്റു മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ക്വിർസെറ്റിനും കിട്ടും. ഇത്തരത്തിൽ ഹൃദ്രോഗ സാധ്യതയുള്ളവർക്ക്, ഇല്ലെങ്കിൽ രക്തക്കുഴലിൽ ബ്ലോക്കിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക്, ഈ ലൈംഗിക പ്രശ്നമുള്ള പുരുഷന്മാർക്ക് എല്ലാം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞു കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സിനകത്ത് ഇത് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത് ആപ്പിളിലും ചെറി ടൊമാറ്റോയിലും ഒക്കെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രൂട്ട്സിനകത്ത് തൊലിക്കോട് ചേർന്നിട്ടാണ് ഈ ക്വിർസെറ്റിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആപ്പിളൊക്കെ കഴിക്കുന്ന സമയത്ത് തൊലി കളയാതെ കഴിച്ചാൽ മാത്രമേ കൂടുതലായിട്ട് ക്വിർസെറ്റിൻ നമ്മുടെ ശരീരത്തിൽ എത്തത്തുള്ളൂ. ചെറി ടൊമാറ്റോ എന്ന് പറയുന്നത് നമുക്ക് വീടുകളിൽ വളരുന്ന ചെറിയ വലിപ്പത്തിലുള്ള ചെറിയ ടൊമാറ്റോകളാണ്. ഇവ നമുക്ക് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇലവർഗ്ഗങ്ങൾക്കകത്ത് ഉയർന്ന അളവിൽ ക്വിർസെറ്റിൻ അടങ്ങിയിട്ടുള്ളത് കെയിൽ എന്ന് വിളിക്കുന്ന ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മാർജിൻ ഫ്രീ ഷോപ്പുകളെല്ലാം തന്നെ ഈ കെയിൽ നിന്ന് ലഭ്യമാണ്. നിങ്ങൾക്കിവിടെ അതിൻ്റെ ചിത്രം കാണാം. ഇവ നിങ്ങൾ അരിഞ്ഞ് കറി വെച്ചിട്ട് നമ്മുടെ ചീര പോലെ കറി വെച്ച് കഴിക്കുന്നത് നമുക്ക് ഏറെ ആരോഗ്യദായകമാണ്. ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്, ക്വിർസെറ്റിനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇവയ്ക്കവിടെ പുറകെ ഒന്നും പോകണമെന്നില്ല. നമ്മുടെ ഉള്ളി തന്നെ നിങ്ങൾ ദിവസവും ഒരു നേരം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ വരുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിന് കഴിക്കാൻ സാധിക്കുന്ന ഒറ്റമൂലി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങളിന്ന് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് ഓരോ കുടുംബത്തിലും ഇത്തരത്തിലുള്ള അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. പിന്നെ മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.